നൻപകൽ നേരത്ത് മയക്കം. സൂപ്പർ പടം, അടിപൊളി പടം. പടത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു സെക്കൻഡ് പോലും ലാഗ് അടിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടോട്ടലി ഒരു ആസ് എ സിനിമ ലവർ ഐ എം ടോട്ടലി സാറ്റിസ്ഫൈഡ്. എനിക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് ഈ പടം ഫീൽ ചെയ്തത്. ഈ പടത്തിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, ടോട്ടലി പടം അടിപൊളിയാണ്. പടത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഉറക്കമാണ് ഈ പടത്തിൻ്റെ ഒരു മെയിൻ ക്യാരക്ടർ. ഉറക്കമാണ് ഈ പടത്തിൻ്റെ. സാധാരണ ഒരു പടത്തിൽ ഒരു മിനിറ്റ് സീക്വൻസിൽ ചിലപ്പോൾ ഒരു 6-7 കട്ട് കാണും. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. സ്റ്റഡി ഒരു സ്ഥലത്ത് ക്യാമറ വെച്ചേക്കുക. അവിടെ എന്തുകൊണ്ടാണ് ഫുള്ള് പെർഫോമൻസിലാണ് ഈ പടത്തിനകത്ത് കാര്യം. പടം ആയിക്കോട്ടെ അവസാനം വരെ അങ്ങനെ തന്നെയാണ്. സ്റ്റഡി, കൂടുതലും സ്റ്റഡി സിംഗിൾ ഷോട്ട്. 1-2 ഷോട്ടേ ഉള്ളായിരുന്നു, ജസ്റ്റ് മൂവിങ് ഷോട്ട്. ഒന്നാമത്തെ പോസിറ്റീവ് പോയിന്റ് മമ്മൂട്ടി. അയ്യോ, ഇക്ക അടിപൊളിയാണ്. ഇക്കയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യാൻ, വേറെ ആർക്കും പറ്റത്തില്ല. ഫ്രഷ് ആയിരുന്നു പുള്ളിയുടെ ആക്ടിങ് ഫുള്ള്. നമ്മൾ ഇന്നേ വരെ കാണാത്തൊരു മമ്മൂട്ടി നമുക്ക് ഈ പടത്തിൽ കാണാൻ പറ്റും. ഇതിൽ മമ്മൂട്ടിയുടെ ഒരു സീനുണ്ട്. കുറേ ആൾക്കാർ കൂടി ഇരിക്കുമ്പോൾ പുള്ളി നടുക്കുന്ന പുള്ളി മാത്രം നിന്ന് പെർഫോമൻസ് ചെയ്യുന്ന സീൻ അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല, വേറെ ലെവലായിരുന്നു അതൊക്കെ. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി, ആൻഡ് ഈസ് നെക്സ്റ്റ് ലെവൽ ഡയറക്ടർ. പുള്ളിയുടെ വേ ഓഫ് മേക്കിങ്ങും പുള്ളിയുടെ മെത്തേഡായാലും പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമായാലും എല്ലാം വേറൊരു രീതിയാണ്. പിന്നെ ഈ പടത്തിൻ്റെ BGM ഒരു മെയിൻ പാർട്ടാണ് പടത്തിൽ. ഈ പടത്തിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു തമിഴ് സിനിമയിലെ ഡയലോഗ്സ് ആണ്. ആ ഡയലോഗ്സിനെല്ലാം പ്രാധാന്യമുണ്ട്. ആ ഡയലോഗ്സിനെല്ലാം അതിൻ്റെതായ പ്ലേസിംഗ് ഉണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു വ്യത്യസ്ത അനുഭവം തന്നെയായിരുന്നു. പിന്നെ ഈ പടത്തിലെ കോമഡീസ് ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ചില സീക്വൻസ് എല്ലാം നല്ല രസമായിരുന്നു. നമ്മൾ അറിയാണ്ട് ചിരിച്ചു പോകും. ഈ പടത്തിൽ പെർഫോം ചെയ്തേക്കുന്ന ഇപ്പം മമ്മൂട്ടിയുടെ വൈഫായിക്കോട്ടെ, ഡ്രൈവർ ആയിക്കോട്ടെ, എല്ലാവരും. പിന്നെ എടുത്തു പറയേണ്ട അശോകൻ, പുള്ളി പൊളിയായിരുന്നു കേട്ടോ പടത്തിനകത്ത്. ബാക്കി എല്ലാവരും ടോട്ടലി ആ തമിഴ് പാർട്ട് ചെയ്തേക്കുന്ന ഫാമിലി അവരെല്ലാവരും ഒരു അമ്മുമ്മയുണ്ട്. അമ്മുമ്മ ഒരിടത്തേ ഇരിക്കത്തുള്ളൂ, പക്ഷെ അവിടെ ഒരിടത്തിരുന്നാലും അമ്മുമ്മയെ നമുക്ക് ഇഷ്ടപ്പെടും. അടിപൊളിയായിരുന്നു. എല്ലാവരും പെർഫോമൻസ് വൈസ് സൂപ്പറായിരുന്നു. പിന്നെ ഇനി അത്രയൊക്കെ ഉള്ളടേ. നിങ്ങൾ കൂടുതലൊന്നും അറിയൊന്നും വേണ്ട. നിങ്ങൾ നേരെ പോവുക, നൻപകൽ നേരത്തിന് ടിക്കറ്റ് എടുക്കുക, പോയിരുന്ന് കാണുക, എൻജോയ് ചെയ്യുക, വരിക. ആ ഒരു 1.5 മണിക്കൂർ വേറൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും ആ പടത്തിൽ. ദയവ് ചെയ്ത് എല്ലാവരും ഈ പടം തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാൻ എൻ്റെ റിക്വസ്റ്റ് ആണ്. ഇത് ഫോണിൽ വരുമ്പോൾ OTT വരുമ്പോൾ കാണാൻ നിൽക്കരുത്. ഇപ്പം തന്നെ പോവുക, ടിക്കറ്റ് എടുക്കുക, പോയിരുന്ന് തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് ഫോണൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക. സൈലൻ്റ് ആയിട്ടിരുന്ന് ഫുള്ള് ആ പടത്തിനകത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കാണുക. സൂപ്പറാണ്, വർത്താണ്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. വീട് വരെ ഉറവ്, വീതി വരെ മലവി, കാട് വരെ പിള്ളை, കടയ്ക്ക് വരെ ഞാൻ.